ഹുസൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു അയാൾ പറയുന്നത് അന്നഹു സ്വല്ല മഅൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ ലൈലി, ഒരു രാത്രി ഒരു ജാവു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ ഞാൻ നിസ്കരിച്ച സുന്നത്ത് നിസ്കാരമായി. ഞാൻ എന്തായി നബി തങ്ങളെ കൂടെ സുന്നത്ത് നിസ്കരിച്ചു. ഫലമ്മാ ദഖല ഫിസ്വലാത്തി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരത്തിൽ കടന്നപ്പോൾ ഖാല അല്ലാഹു അക്ബർ ദുൽ മലകൂതി വൽ ജബറൂതി വൽ കിബ്രിയാഇ വൽ അളമ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരത്തിലേക്ക് കടന്നപ്പോൾ, അല്ലെങ്കിൽ നിസ്കാരത്തിലേക്ക് കടക്കാൻ വേണ്ടി ഉദ്ദേശിച്ചപ്പോൾ മുത്തുനബി പറഞ്ഞു അല്ലാഹു അക്ബർ ദുൽ മലകൂതി വൽ ജബറൂതി വൽ കിബ്രിയാഇ വൽ അളമ. അല്ലാഹു വലിയവനാണ്, അല്ലാഹുവാണ് വലിയവൻ. അല്ലാഹു അക്ബർ അല്ലെങ്കിൽ അല്ലാഹുവാണ് വലിയവൻ, മഹാൻ. സർവാധിപത്യം പരമാധികാരം ഉള്ളവൻ അല്ലാഹുവാണ്. അല്ലാഹുവിനാണ് എല്ലാ അധികാരവും ഉള്ളത്. ദുനിയാവിൽ ഏത് അധികാരമുണ്ടെങ്കിലും അത് താൽക്കാലികമായി അല്ലാഹു തആല കൊടുത്ത അധികാരമാണ്. അതെല്ലാം ഒരു നാൾ എന്താവും, നശിച്ചിട്ട് അതിനൊരു അവസാനമുണ്ട്. അതേസമയത്ത് എല്ലാ അധികാരത്തിനും ആധിപത്യം ആരാണ്? അല്ലാഹുവാണ്. അവനാണ് മഹാൻ. ഈ അർത്ഥം വരുന്ന ദിക്ർ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. എന്നിട്ട് ഖാല സുമ്മ ഖറഅൽ ബഖറ, ബഹുമാനപ്പെട്ട ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു മുത്തുനബി ഫാത്തിഹ സൂറത്ത് ഓതിയിട്ട് ഒന്നാമത്തെ റക്അത്ത് അൽ ബഖറ സൂറത്ത് ഓതി. അൽ ബഖറ സൂറത്ത് ഓതണമെങ്കിൽ എത്ര മണിക്കൂർ വേണം ചൊല്ലി ഓതിയെങ്കിൽ നിർത്താം. എത്ര സ്പീഡ് ഓതിയെങ്കിൽ 1.5 മണിക്കൂർ, 1.25 മണിക്കൂർ വേണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന് ഒരു റക്അത്തിന്റെ നീളം, അതിൻ്റെ ദീർഘം പറയുന്നത് ഒരു അൽ ബഖറ സൂറത്ത് മുത്തുനബി ഒരു റക്അത്തിൽ ഉണ്ടാക്കി ഓതി. അങ്ങനെ സുമ്മ റകഅ റുകൂഅഹു നഹ്വൻ മിൻ ഖിയാമിഹി വകാന യഖൂലു സുബ്ഹാന റബ്ബിയൽ അളീം സുബ്ഹാന റബ്ബിയൽ അളീം. അങ്ങനെ അൽ ബഖറ ഓതിയിട്ട് റുകൂഇലേക്ക് മുത്തുനബി പോയി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തുനബിന്റെ റുകൂഉ ഞങ്ങളെപ്പോലെ 1-2 തസ്ബീഹ് ചൊല്ലിട്ട് വന്നതല്ല. ആ നീണ്ട ദീർഘമുള്ള, ആ നൃത്തത്തിനോട് അടുപ്പമുള്ള, ആ നൃത്തം എത്ര ദീർഘമായിട്ടുണ്ട് അത്രയും ദീർഘം മുത്തുനബി റുകൂഇൽ പോയിട്ട് എന്തെന്ന് പറഞ്ഞു? സുബ്ഹാന റബ്ബിയൽ അളീം സുബ്ഹാന റബ്ബിയൽ അളീം സുബ്ഹാന റബ്ബിയൽ അളീം ബിഹംദില്ല. ആ ദിക്ർ ദീർഘനേരം മുത്തുനബി റുകൂഇൽ പറഞ്ഞു. ഇതെല്ലാം നമുക്ക് പാഠമുണ്ട്. നിസ്കരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മുന്നിലാണ്. ആ ഒരു ഫർളായ സമയമെങ്കിലും ആ റുകൂഇലും അതേപോലെ ഖിയാമിലും ഒക്കെ എന്താക്കണം, ഒന്ന് സുകൂത്തായിട്ട് അള്ളാഹുവിനെ പേടിച്ച് നിൽക്കണം. അങ്ങനെ സുമ്മ റഫഅ റഅസഹു, അങ്ങനെ മുത്തുനബി റുകൂഇൽ എഴുന്നേറ്റു. സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞു. ഫകാന ഖിയാമുഹു നഹ്വൻ മിൻ റുകൂഇഹി വകാന യഖൂലു ലിറബ്ബിയൽ ഹംദ് ലിറബ്ബിയൽ ഹംദ് റബ്ബനാ ലക്കൽ ഹംദു മിൽഅസ് സമാവാതി അദി. മുത്തുനബി ഈതിദാലിൽ റബ്ബിനിക്കാണ് സർവസ്തുതിയും, അല്ലാഹുവിനിക്കാണ് ഹംദ്, അല്ലാഹുവിനിക്കാണ് ഹംദ് എന്ന് മുത്തുനബി നീണ്ട നേരം ഈതിദാലിൽ പറഞ്ഞു. സുമ്മ സജദ ഫകാന സുജൂദുഹു നഹ്വൻ മിൻ ഖിയാമിഹി. പിന്നീട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിലേക്ക് പോയി. ആ സുജൂദും വളരെ നീണ്ട സുജൂദായിരുന്നു. വകാന യഖൂലു സുബ്ഹാന റബ്ബിയൽ അഅ്ലാ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന് പറഞ്ഞു. ഞാൻ എല്ലാവരോടും പറയാനുള്ളത്, മുത്തുനബി നീണ്ട ആ ഒരു ദീർഘമാണ് റുകൂഇലും സുജൂദിലും ഇഅ്തിദാലും പറഞ്ഞത്. അപ്പം ഞാനടക്കമുള്ളവർ അല്ലെങ്കിലും ഏത് നിസ്കാരത്തിലാണെങ്കിലും ഒരു 3 സുബ്ഹാനല്ലാഹ്, സുജൂദിലാണെങ്കിൽ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി, അതേപോലെ റുകൂഇലാണെങ്കിൽ സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി, അത്രയെങ്കിലും ഒരു 3 ഉണ്ടാക്കണം, കുറഞ്ഞിട്ട് പറയണം. എന്നിട്ട് സുമ്മ റഫഅ റഅസഹു ഫകാന മാ ബൈന സജദതൈനി നഹ്വൻ മിന സുജൂദി. അങ്ങനെ ഒരു സുജൂദ് എഴുന്നേറ്റു,
ആ സുജൂദിന്റെ മധ്യത്തിൽ ഇരുന്നു. ആ സുജൂദിലും നീണ്ട നേരമാണ് ഇരുന്നത്. വക്കാന യഖൂലു, മുത്തുനബി ഇവിടെ പറഞ്ഞു, റബ്ബിഗ്ഫിർലി റബ്ബിഗ്ഫിർലി. നോക്കൂ, മുത്തുനബി ഒരു തെറ്റും ചെയ്യാത്ത ആൾ, വരാൻ പാടില്ല, ചെയ്യാത്തതിന് അള്ളാഹു ആദരക്ക് കാവൽ കൊടുത്ത്. ആ മുത്തുനബി 2 സുജൂദിന്റെ മധ്യത്തിൽ പറഞ്ഞത് റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി. അവിടെ ആ ദിക്ർ പറഞ്ഞു, എനിക്ക് നീ പുറത്തു താ അല്ലാ, എനിക്ക് നീ പുറത്തു താ അല്ലാ. മുത്തുനബിക്ക് ഒരു ദോഷം വരാത്ത ആളെങ്കിലും മുത്തുനബിന്റെ ആ ഒരു അള്ളാഹുമായിട്ടുള്ള ആ ഒരു ബന്ധം, അള്ളാഹുവിന്റെ അടുക്കൽ ഇനിയും വലിയ സ്ഥാനം കിട്ടാൻ വേണ്ടി ആ റബ്ബിന്റെ മുന്നിൽ ഒരു അടിമ എന്ന നിലക്ക് അവിടെ നിന്ന് മുത്തുനബി പറഞ്ഞു റബ്ബിഗ്ഫിർലി. അങ്ങനെ ഹത്താ ഖറഅൽ ബഖറ, 1-ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ബഖറ ഓതി. ആല ഇമ്രാന, 2-ാമത്തെ റക്അത്തിൽ സൂറത്ത് ആല ഇമ്രാൻ ഓതി. വൻ നിസാ, 3-ാമത്തെ റക്അത്തിൽ സൂറത്തുൽ നിസാ ഓതി. വൽ മാഇദത, 4-ാമത്തെ റക്അത്തിൽ സൂറത്തുൽ മാഇദ ഓതി. അല്ലെങ്കിൽ അവിൽ അൻആം. ഇതിനെ റിപ്പോർട്ട് ചെയ്ത ശുഅബ റളിയല്ലാഹു അൻഹു ഒരു സംശയമാണ്, മാഇദയാണ് ഓതിയത് സൂറത്തുൽ അൻആമയാണ് ഓതിയത്? അയാൾക്കൊരു ശക്കാണ്, ഡൗട്ടാണ്. അപ്പോൾ അയാൾ പറഞ്ഞു 4-ാമത്തെ മാഇദ അല്ലെങ്കിൽ സൂറത്തുൽ അൻആം. ഇതാ ശുഅബത്തുല്ലദീ ശക്ക ഫിൽ മാഇദത്തി വൽ അൻആമി, റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഉദ്ധരിച്ച ശുഅബ റളിയല്ലാഹു അൻഹു ഡൗട്ടാണ്, മാഇദയാണ് ഓതിയത് അല്ല സൂറത്തുൽ അൻആമാണോ? അന ഖാല അബൂ ഈസ വ അബൂ ഹംസ, റിവായത്ത് ഹംസ എന്ന ഒരാളുണ്ട്, അയാളുടെ ഒറിജിനൽ പേര് ഇസ്മുഹു ത്വൽഹത്ത് ഇബ്നു സൈദിൻ വ അബൂ ഹംസത്ത് ളുബഈ ഇസ്മുഹു നസ്ർ ഇബ്നു ഇമ്രാൻ എന്നാണ്. അപ്പോൾ മുത്തുനബിയുടെ നിസ്കാരത്തിലുള്ള റുകൂഉം ആ ഖിയാമും ആ സുജൂദിലുള്ള ആ നീണ്ട ഒരു ദീർഘമായ സമയം, അള്ളാഹുമായിട്ട് സംഭാഷണ ചെയ്യാൻ മുത്തുനബിക്കുള്ള ആ ഒരു മഹബ്ബത്ത് അത് പറഞ്ഞു തീർക്കാൻ കഴിയുന്നതല്ല. അള്ളാഹു മുത്തുനബിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കി തരുമാറാകട്ടെ. ഹദ്ദസനാ 277 ഹദ്ദസനാ അബൂബക്കറിൻ. ഒരു ദിവസം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ഉമ്മ പറയുന്നത്, ഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു നാൾ മുത്തുനബി സുന്നത്ത് നിസ്കരിച്ചു. ബി ആയത്തിൻ മിനൽ ഖുർആനി ലൈല, ഫുള്ള് ഒരേ ഒരു ആയത്ത്, ഒരു ആയത്തെ ഇങ്ങനെ ആവർത്തിച്ച് ഇങ്ങനെ ഓതിയിട്ട് സുബ്ഹി വരെ നിസ്കരിച്ചു. ഏതാണ് ആയത്ത്? ആ ഒരു ആയത്തിന്റെ അർത്ഥം മുത്തുനബി മനസ്സിലാക്കിയിട്ട് ചിന്തിച്ചിട്ട് ഇങ്ങനെ പിന്നെയും അതേ ആയത്തന്നെ മടക്കി ഓതിയിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു. ആ ആയത്ത് ഏതാണ്? ആ ആയത്തിൽ പറഞ്ഞ ആശയം, അർത്ഥം എന്താണ്? ഖാമൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിആയത്തിൻ ഹത്താ അസ്ബഹ യുറദ്ദിദുഹാ. സുബ്ഹി വരെ ഈ ആയത്ത് ഇങ്ങനെ മടക്കിയിട്ട് മുത്തുനബി നിസ്കരിച്ചു. വൽ ആയത്ത് ഏതാണ്? ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. ആയത്ത് എന്താണ്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹി വരെ ആവർത്തിച്ചു ഓതിയ ആയത്ത്, ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക. ഖുർആനിൽ ഒരു ആയത്തുണ്ട്, അല്ലാഹുവേ ആ അടിമകളെ നീ ശിക്ഷിക്കുകയാണെങ്കിൽ, ഖുർആനിൽപ്പെട്ട ഒരു ആയത്താണ് ഇൻ തുഅദ്ദിബുഹും, ആ അടിമകളെ നീ ശിക്ഷിക്കുകയാണെങ്കിൽ, ഫഇന്നഹും ഇബാദുക, അവർ നിന്റെ ദാസന്മാരാണ്, അടിമകളാണ്. അവർ നിന്റെ ദാസന്മാരാണ്, അടിമകളാണ്. നിന്നോട് ആർക്കും ചോദ്യം ചോദിക്കാനില്ല. എന്ത്? നിന്റെ അടിമകളാണ് അവർ. നീ സൃഷ്ടിച്ച, നീ റിസ്ക് കൊടുത്ത് പോറ്റി വളർത്തി നിന്റെ അടിമകളാണ്. നീ എന്തേ അവർക്ക് ശിക്ഷ കൊടുക്കുന്നു, എന്തേ നരകത്തിലിട്ട് ശിക്ഷിക്കുന്നു എന്ന് ചോദിക്കാൻ ഒരാളും നിന്റെ മുമ്പിലില്ല. എന്നിട്ട് അതേ ആയത്തിൽ പറയുന്നു, അവർക്ക് നീ പുറത്തു കൊടുക്കുകയാണെങ്കിൽ, അല്ലാഹ് അവർക്ക് നീ അഫു ചെയ്യുകയാണെങ്കിൽ, പുറത്തു കൊടുക്കുകയാണെങ്കിൽ, ഫഇന്നക അൻതൽ അസീസ്, നീ ഇസ്സത്തുള്ളവനാണ്, നീ അസീസാണ്, നീ കറമുള്ളവനാണ്.
അതുകൊണ്ട് നിന്നോട് ഒരാളും ചോദിക്കാനില്ല. ഈ ആയത്ത് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സുന്നത്ത് നിസ്കാരത്തിൽ ഇങ്ങനെ ഓതുകയാണ്. ഓതിയിട്ട് സുബ്ഹി ബാങ്ക് കൊടുക്കുന്നത് വരെ ഓതി. എന്താണ് ഇതിൽ പറഞ്ഞത്? നീ ശിക്ഷിക്കുകയാണെങ്കിൽ അല്ലാഹ് അവർ നിന്റെ അടിമകളാണ്, നിന്നോട് ആർക്കും ഒന്നും ചോദിക്കാനില്ല. അതേ സമയത്ത് നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ നീ അസീസാണ്, നീ ഇസ്സത്തുള്ളവനാണ്, നീ അവർക്ക് കറമു ചെയ്യുന്നവനാണ്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ അടിമകളെ ഇസ്ലാമിലേക്ക് വിളിച്ചു, ദീനീ ദഅവത്ത് നടത്തി. അവർ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അനുസരിക്കാതെ ധിക്കരിച്ച് നടന്നപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബി ഇന്നഹുന്ന അദ്ലൽന കസീറൻ മിനൻ നാസ് ഫമൻ തബിഅനി ഫഇന്നഹു മിന്നീ. അല്ലാഹുവേ, ഒരുപാട് ഇസ്ലാമിലേക്ക് ഞാൻ വിളിച്ചു, അവർ ഇസ്ലാമിലേക്ക് വന്നില്ല. മാത്രമല്ല ഇന്നഹുന്ന അദ്ലൽന കസീറൻ മിനൻ നാസ്, ജനങ്ങളെ കൂട്ടത്തിൽ ഒരുപാട് ആളുകളെ അവർ വഴിപ്പഴപ്പിച്ചു. അവർ ഇസ്ലാമിലേക്ക് വന്നിട്ട് അവർ എന്താക്കി? വഴിപ്പഴപ്പിച്ചു, ഇസ്ലാമിലേക്ക് വരാൻ സമ്മതിച്ചില്ല. അതുകൊണ്ട് ഫമൻ തബിഅനി ഫഇന്നഹു മിന്നീ, ആരാണോ എന്നെ പിമ്പറ്റിയത് അവർ എന്നിൽ പെട്ടവനാണ്. അല്ലാത്ത ഒരു കാര്യം എനിക്ക് പറയാനില്ല, നിനക്ക് വേണ്ടതുപോലെ ചെയ്യാം. ഇത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വാക്കാണെങ്കിൽ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞത്, ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക്. അല്ലാഹുവേ, ആ നിന്റെ അടിമകളെ നീ ശിക്ഷിക്കുകയാണെങ്കിൽ ഫഇന്നഹും ഇബാദുക, അവർ നിന്റെ ദാസന്മാരാണ്. ആർക്കും നിന്നോട് ചോദിക്കാനില്ല, ആർക്കും നിന്നോട് എതിർ പറയാനില്ല. കാരണം നീയാണ് ഭക്ഷണം കൊടുക്കുന്നവൻ, നീയാണ് റിസ്ക് കൊടുക്കുന്നവൻ, നിന്റെ ദാസന്മാരാണ്. വഇൻ തഗ്ഫിർ ലഹും, അവർക്ക് നീ പുറത്തു കൊടുക്കുകയാണെങ്കിലോ ഫഇന്നക അൻതൽ അസീസുൽ ഹകീം, നീ ഹിക്മത്തുള്ളവനാണ്, നീ ഹക്കീമാണ്, അസീസാണ്, അത് നിന്റെ ഔദാര്യമാണ്. ഈ ആയത്തിന്റെ അർത്ഥം ആലോചിച്ചിട്ട് മുത്തുനബി ചിന്തിച്ചു, അല്ലാഹു, ഞാനിങ്ങനെ പറഞ്ഞാൽ എൻ്റെ ഉമ്മത്തികൾക്കുള്ള അവസ്ഥ എന്തായിരിക്കും? ഇത് ഓർത്ത് ഈ ആയത്ത് ഇങ്ങനെ തന്നെ ഓതി, അങ്ങനെ സുബ്ഹി വരെ ഓതി. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറയുന്നു, ഫറഫഅ യദൈഹി, മുത്തുനബി രണ്ട് കൈയും ഉയർത്തി, അല്ലാഹുവിലേക്ക് ഉയർത്തി. വഖാല, പറഞ്ഞു, അല്ലാഹുമ്മ ഉമ്മത്തി, എൻ്റെ സമുദായം, എൻ്റെ ഉമ്മത്ത്. അത് പറഞ്ഞ് വിട്ടതല്ല. ഈസാ നബി ഇസ്ലാം പറഞ്ഞു, നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ നീ ഔദാര്യമുള്ളവനാണ്, നീ ഹക്കീമാണ്, നീ ശിക്ഷിക്കുകയാണെങ്കിൽ നിന്റെ അടിമയാണ്. മുത്തുനബി അങ്ങനെ പറഞ്ഞതല്ല, ഉമ്മത്തി, എൻ്റെ ഉമ്മത്ത്. മുത്തുനബി കരഞ്ഞവിടെ. മുത്തുനബി അള്ളാഹുവിന്റെ കൈ ഉയർത്തി കരഞ്ഞു. അപ്പൊ അല്ലാഹു ജിബ്രീൽ ഇസ്ലാമിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇദ്ഹബ് ഇലാ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് നീ പോകുക. വറബ്ബുക അഅലമു, ജിബ്രീൽ എന്റെ റബ്ബിനെ അറിയാം. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറയുന്നത്? ഫസൽഹു മാ യുബ്കി, എങ്കിൽ നീ പോയിട്ട് കേൾക്കണു, നിങ്ങൾ കരയാനുള്ള സാധനം എന്താണ്, നിങ്ങളെ കരയിപ്പിച്ച വസ്തു എന്താണ്, എന്തിന് നിങ്ങൾ ഉൾപ്പെട്ടുകൊണ്ടുള്ളത്? ഫഅതാഹു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം فسأله فأخبره رسول الله بما قال وهو أعلم. فقال الله يا جبريل اذهب إلى محمد فقل إنا سنرضيك في أمتك ولا نسوءك. ജിബ്രീൽ ഇസ്ലാം പറഞ്ഞു, അള്ളാഹുവാണ് അയച്ചത്. എന്തിനാണ് നിങ്ങൾ കരയുന്നത്? എന്തിനാണ് ഈ രാത്രി വെച്ച് നിങ്ങൾ കരയുന്നത്? ഉമ്മത്തി എന്ന് പറഞ്ഞുകൊണ്ട് കരയാനുള്ള കാരണം എന്താണ് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ മുത്തുനബി പറഞ്ഞു, എൻ്റെ ഉമ്മത്തികളെ ഇങ്ങനത്തെ നേതാവ് ആരുണ്ടും മിനിങ്ങളെ, എൻ്റെ ഉമ്മത്തികൾക്കുള്ള അവസ്ഥ ഓർത്തിട്ടാണ് ഞാൻ കരഞ്ഞത്. അപ്പോൾ ജിബ്രീൽ ഇസ്ലാം അള്ളാഹുവോട് പറഞ്ഞു, മുഹമ്മദ് നബി കരഞ്ഞത് അവിടുത്തെ സമുദായത്തെ ഉമ്മത്തിനെ ഓർത്തിട്ട്.
മുത്തുനബി പറഞ്ഞു, ജിബ്രീൽ ഇസ്ലാം അല്ലാഹ് പറഞ്ഞു മുത്തുനബിന്റെ ഹദ്റത്തിലേക്ക് പോകണം, പോയിട്ട് പറയണം യാ ജിബ്രീൽ ഇദ്ഹബ് ഇലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് നിങ്ങൾ തിരിച്ചു പോകണം. ഫഖുൽ, നിങ്ങൾ പോയിട്ട് പറയണം ഇന്നാ സനുളീക ഫീ ഉമ്മത്തിക, തങ്ങൾ ബേജാറാവണ്ട, തങ്ങളുടെ ഉമ്മത്തിലെ വിഷയത്തിൽ ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്, തങ്ങൾക്ക് പൊരുത്തമാകുന്നിടത്തോളം, തങ്ങൾക്ക് തൃപ്തിയാകുന്നിടത്തോളം തങ്ങളുടെ ഉമ്മത്തിന്റെ കാര്യം ഞങ്ങൾ ഏറ്റെടുത്തു. വലാ നസ്ഉക, ഒരിക്കലും തങ്ങളെ ഞങ്ങൾ മറക്കുകയില്ല എന്ന് പറഞ്ഞെങ്കിൽ ഉമ്മത്തികള് തെറ്റ് ചെയ്താൽ അവർക്ക് ഞാൻ പുറത്തു കൊടുക്കും, അവരെ ഞാൻ സ്വർഗത്തിലേക്ക് അടത്തും, തങ്ങൾ ബേജാറാവണ്ട. ഇതല്ലേ അലംസൂറത്തിലുള്ളൂ. അപ്പൊ മുത്തനബി പറഞ്ഞേ എന്റെ ഉമ്മത്തികളെ കൂട്ടി എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഈ കലിമ വിശ്വസിച്ച ഒരാള് നരകത്തിൽ ഉള്ള കാലത്തോളം എനിക്ക് സമാധാനമില്ല. ആ നേതാവ് ഞങ്ങളെ ഓർത്തിട്ടാണ് സ്വബഹി വരെ ഒരേ ഒരു ആയത്ത് ഇതന്നെ ചിന്തിച്ചിട്ട് ഇതന്നെ ആവർത്തിച്ച് ഓതി കരഞ്ഞു. ആ റബ്ബു അവിടെ നിന്ന് മുത്തുനബിക്ക് ഉത്തരം ചെയ്തു, തങ്ങൾ ബേജാറാവണ്ട, തങ്ങളുടെ ഉമ്മത്തികളെ കാര്യം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്, അവർക്ക് ഞാൻ പുറത്തു കൊടുക്കും. അള്ളാഹു ആ പുറത്തു കൊടുക്കുന്ന ഉമ്മത്തികളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.